നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഏപ്രിൽ മാസത്തിലെ മൂലനക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്ന് ഒന്ന് നോക്കാം. മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനിക്കൂറാണ്. ധനിക്കൂറുകാർക്ക് ചന്ദ്ര ലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം 7ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് നല്ല ദൈവാധീനമുള്ള ഒരു മാസമാണ്. അതേപോലെ തന്നെ 5ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പം ഭോഗകാരകനായിരിക്കുന്ന ശുക്രൻ 5ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ മനസ്സിലാഗ്രഹിക്കുന്ന ഗുണഫലങ്ങളൊക്കെ ഭൗതിക സുഖങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാലും 3ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു സഹായിക്കേണ്ടവരുടെ പെരുമാറ്റം ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാനുണ്ടായിട്ടും, അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യത്തിന് മുറിവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നടുവ് മുതൽ മുട്ടുവരെയുള്ള ഭാഗത്ത് ഉള്ള വേദന, വിഷമം, അതുപോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. ഇതിനേക്കാളൊക്കെ ഉപരി 4ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും അഗ്നിമാർദ്ദ യോഗം ചെയ്തു നിൽക്കുന്ന അവിടെ ആദിത്യനും ബുധനുമാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം മാനസിക ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിർത്തി സംബന്ധമായിട്ടോ വഴി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക, ചെറിയ സംസാരങ്ങളൊക്കെ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാതൃസ്ഥാനത്തുള്ള വ്യക്തികൾക്ക് രോഗാവസ്ഥ പോലെയുള്ള വിഷയങ്ങൾ കൊണ്ട് മാനസിക ടെൻഷൻ അനുഭവിക്കാൻ ഇടവരാൻ സാധ്യതയുണ്ട്. ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. വീട് വിട്ട് നിൽക്കാൻ ഇടവരിക എന്ന് പറയുന്നൊരവസ്ഥയും വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിലുള്ള മാനസിക ടെൻഷൻ കാര്യങ്ങൾ വർദ്ധിക്കാൻ ഇടവരികയും ചെയ്യാം. ആ ഭൂമിയുമായി ബന്ധപ്പെട്ടോ വീടുമായിട്ട് ബന്ധപ്പെട്ടോ വാഹന സംബന്ധമായോ കേസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് തട്ടൽ, മുട്ടൽ, ചതവ്, മുറിവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാരണം ഭാഗ്യത്തിനിടയ്ക്ക് കുറവ് സംഭവിക്കാനുള്ള സാധ്യതയുള്ളത് കാരണമുണ്ടും ലഗ്നാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും അവനവൻ്റേതായിരിക്കുന്ന ഭൂമി, വീട് മുതലായവയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഖാന്തരം മാനസിക ടെൻഷൻ, വീടിനെക്കുറിച്ച് ഓർത്ത് മാനസിക ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യത. അപ്പോൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ദൈവാധീനമുള്ളത് കാരണം കൊണ്ട് ആയുസിൻ്റെ കാര്യത്തിലൊന്നും കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു പോകുമെങ്കിലും മനസ്സമാധാനം എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവില്ല. വീടുമായിട്ട് ബന്ധപ്പെട്ട ഏത് സമയത്തും പ്രശ്നങ്ങളായിരിക്കും. ദാമ്പത്യ സംബന്ധമായിട്ടും അത്ര അനുകൂലാവസ്ഥ പറഞ്ഞുകൂടാ. പുറമേ നിന്ന് കാണുന്നവർക്ക് അനുകൂലമായി തോന്നുമെങ്കിലും പരസ്പരമുള്ള ഐക്യത്തിലൊക്കെ കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, കുറച്ച് പ്രായമായവർക്കൊക്കെ മക്കളുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയമാകുകയും അതുകൊണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാൻ ഇടവരികയും ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, ഗണപതി ഹോമം, ദേവി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, ഇത്രയും വഴിപാടുകളൊക്കെ ചെയ്യുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്താൽ വലിയ തടസ്സങ്ങളും പ്രതിസന്ധിയും ഇല്ലാതെ ഈ മാസം മുന്നോട്ട് പോകാനായിട്ട് മൂലനക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.